തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് നിർമ്മാണത്തിനായി 4 കോടി രൂപ വകയിരുത്തി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ആകെ 45 കോടി 34 ലക്ഷം രൂപ വരവും 45 കോടി 21 ലക്ഷം രൂപ ചിലവും 12,58,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന അനിൽകുമാർ അവതരിപ്പിച്ചത്. മാർക്കറ്റിൽ ആധുനിക കൺവെൻഷൻ സെന്റർ ഉൾപ്പെടെ 25,000 ചതുരശ്ര അടിയിൽ മാർക്കറ്റ് പൂർത്തീകരിക്കുന്നതിനായാണ് 4 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹാളുകളുടെ അറ്റകുറ്റപ്പണിക്കായി 32 ലക്ഷം രൂപയും പാലിയേറ്റീവ് പരിചരണത്തിന് 13 ലക്ഷം രൂപയും വൃക്കരോഗികളുടെ ഡയാലിസിസിന് 4 ലക്ഷം രൂപയും വകയിരുത്തി. കളിസ്ഥലവും കോർട്ടിനുമായി 15 ലക്ഷം രൂപയും കൂട്ടാർ കേന്ദ്രീകരിച്ച് ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 90 ലക്ഷം രൂപയും മാറ്റിവെച്ചു. രാമക്കൽമേട്ടിൽ ടൂറിസം വികസനത്തിനായി 25 ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റുകളുടെ വിന്യാസത്തിന് 15 ലക്ഷം രൂപയും അടിയന്തര ദുരന്ത പ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി 17 ലക്ഷം രൂപയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 20 ലക്ഷം രൂപയും വകയിരുത്തി. 2 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. ലിംഗനീതി പ്രവർത്തനങ്ങൾക്കായി 1 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. കുട്ടികളുടെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് 10.6 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഈ ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കുന്നു. പഞ്ചായത്തിൽ ആദ്യമായി ഭിന്നശേഷിയുള്ളവരുടെ സ്പീച്ച് ഒക്കുപേഷൻ തെറാപ്പി കൗൺസിലിംഗിനായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇവരുടെ തൊഴിൽ സംരംഭങ്ങൾക്കായി 1.8 ലക്ഷം രൂപ കൂടി മാറ്റിവെക്കുന്നു. ഭിന്നശേഷി സ്കോളർഷിപ്പിന് 17.6 ലക്ഷം രൂപ നീക്കി വച്ചിരിക്കുന്നു. അംഗൻവാടി പോഷകാഹാരം ഉൾപ്പെടെയുള്ള അംഗൻവാടി വഴിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 48 ലക്ഷം രൂപ അനുവദിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ മാത്തുക്കുട്ടി മറ്റപ്പള്ളി, ബീന പ്രസാദ്, ജയ്മോൻ നെടുവേലി, PT വർക്കി, KN മധുസൂദനൻ, സുനിൽ കൊല്ലക്കാട്ട്, ജോമോൻ താന്നിക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി P ബ്രൈറ്റ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.